നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരത് മോനെ, എന്താ അല്ല ശരത് മോനെ, ഇന്നലെ ഇവിടെ ഏതോ ഒരു സ്ത്രീ വന്നു പോയല്ലോ. അതിനി യഥാർത്ഥത്തിൽ കണ്ടാണോ ഹാലൂസിനേഷൻ ആണോ എന്നൊക്കെ ആർക്കറിയാം. ദേവികമ്മയുടെ ഹാലൂസിനേഷനും മായക്കാഴ്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇക്കാര്യത്തിലെ ശരത് മോന് വല്ല പങ്കുണ്ടോന്ന് എനിക്കറിയണ്ട. ആ അത് ശരി, അതും എന്റെ നെഞ്ചത്തേക്ക് തന്നെ കൊണ്ടുവെക്കാൻ നോക്കുകയാണോ? വന്നത് വല്ല ഭ്രാന്തിയാവും, അല്ലെങ്കിൽ വഴി തെറ്റി വന്ന ആരെങ്കിലോ. ആ, വഴിതെറ്റി വരുന്നവർക്കൊക്കെ കൃത്യമായി വഴികാട്ടിയാകുന്ന ഈ വീടാണല്ലോ. അച്ഛാ, നമ്മൾ വെറുതെ ഈ കാര്യം പറഞ്ഞ് മുഷിയണ്ട. ആരോ വന്നവര് പോയി. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ ദേവിക ഏട്ടത്തി പറഞ്ഞ സത്യമാണെങ്കിൽ അവരിനിയും വരും. അന്നേരം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അത് അവരെ പിന്തുടർന്നിട്ടാണെങ്കിലും. പടുമരണം പടിപ്പുര കഴിഞ്ഞെത്തിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ കാണാതെ നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ ആള്. ആരോ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഇനിയാണ് കളി. ഞാൻ നിരഞ്ജൻ സാറിനെ ഇപ്പൊ കണ്ടിരുന്നു. ആ സ്ത്രീയെ കുറിച്ച് പറയാൻ. ആ സ്ത്രീക്ക് നന്ദി. മനസ്സിലായില്ല. അല്ല, അങ്ങനൊരു സ്ത്രീ വന്നതുകൊണ്ടാണല്ലോ ഈ സ്ത്രീരത്നം ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി തീരുമാനിച്ചത്. സിദ്ധു, അല്ല സിദ്ധാർത്ഥ, വക്കീല് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അതിനിടയിൽ തമാശ കൊണ്ടുവരല്ലേ. ആ ശരി, ഐ ആം എ സീരിയസ് മാൻ. ഓ, ദേവികയുടെ നോട്ടത്തിൽ ആരായിരിക്കും ആ സ്ത്രീ? ആരോ, മുഖം കണ്ടില്ല, ഒരു രൂപം മാത്രം. ഇനി വഴിതെറ്റി വന്ന ആരെങ്കിലും? അല്ല, ഒരിക്കലും അല്ല. വഴി തെറ്റി വന്ന ഒരാളെ അല്ല. കൃത്യമായി ഞങ്ങളുടെ വീടിനെ ടാർഗറ്റ് ചെയ്ത് വന്ന ഒരാളാ. അത് ദേവിക്ക് എങ്ങനെ മനസ്സിലായി? കല്ലും കവണയുമായി, അല്ലെങ്കിൽ വെല്ലും അമ്പുമായി നിൽക്കുന്ന ഒരു വേടൻ ഉന്നമിട്ട് നിൽക്കുന്ന പോലെയായിരുന്നു ആ സ്ത്രീ ഞങ്ങളുടെ വീടിനെ നോക്കി നിന്നത്. അവരുടെ കാര്യത്തിൽ ശരത്തിന്റെ കണ്ണുകളിൽ ഒരേ സമയം പതർച്ചയും പ്രതീക്ഷയും ഞാൻ കണ്ടു. അതിനർത്ഥം അവനറിയാം ആരാണ് വന്നതെന്ന്. ആ വ്യക്തിയെ ട്രേസ് ചെയ്താൽ അറിയാം അവൻ ശരിക്കും ആരാണെന്ന്. അതിനാ എനിക്ക് വക്കീലിന്റെ ബുദ്ധി വേണ്ടത്. സിദ്ധുവേട്ടന്റെ വീട് സൂപ്പർ. ആരാ പ്രേമയാ പെങ്കൊച്ച്? ഓടിപ്പഞ്ഞി വന്നല്ലോ, ആരാന്നറിയാൻ. അത് പിന്നെ പരിചയമില്ലാത്തൊരു മുഖം മുറ്റത്ത് വന്ന് നിന്ന് ആരെന്നറിയണ്ടേ? ആരാ കൊച്ചേ? ഞാൻ ചോദിച്ചാട്ടില്ലേ നീ ആരാന്ന്? അയ്യോ ചേച്ചി, ഞാൻ ചന്ദ്ര. ചന്ദ്രിയോ? ചന്ദ്രയല്ല അമൃതരംഗൻ ചേട്ടാ, ചന്ദ്ര. നിങ്ങളെ ഇവക്കറിയാലോ. സത്യം പറ, ആരാ? പ്രേമേച്ചി, എനിക്ക് ചേട്ടനെ മാത്രമല്ല എല്ലാവരും അറിയാം. ഞാൻ ചന്ദ്രലേഖ. ചന്ദ്രലേഖ. കൊച്ചേ, നീ വക്കീലാണോ? ആണെന്നേ. സിദ്ധുവേട്ടന്റെ ജൂനിയർ. അയ്യോ, ചന്ദ്രലേഖ വക്കീലെന്ന് അവൻ പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചതേ 40-45 വയസ്സുള്ള ഒരു ചക്കപ്പോത്തിനെയാ. നിന്നെ പോലെ. ദേ, ആദ്യമായിട്ട് വീട്ടിൽ വന്ന കൊച്ചിന് മുമ്പിൽ വെച്ച് എന്റെ വായിരിക്കുന്ന കേൾക്കരുതേ. സിദ്ധു, എടാ സിദ്ധു.
ദേ നിന്റെ ചന്ദ്രലേഖ വക്കീല് ഞാൻ പറയായിരുന്നു ഇത്ര ചെറിയ കുട്ടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതിപ്പോ നമ്മുടെ സില്ലു മോളെ പോലെ. ചന്ദ്ര എന്താ ഒരു അൺഎക്സ്പെക്ടഡ് വിസിറ്റ്? എനിക്കെന്താ ഇവിടെ വന്നൂടെ? പിന്നെ വരണ്ടേ? മോളെ വാ വാ മോളെ. ആ മോളിരിക്കെ. കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് നല്ല കടുപ്പത്തിലൊരു ബ്ലാക്ക് കോഫിയാ വേണ്ടത്. അത് ഞാൻ ഇട്ടോളാം. ആരാ പ്രേമ ഇത്? അച്ഛാ, ഞാൻ സിദ്ധുവേട്ടന്റെ ജൂനിയറാ. പേര് ചന്ദ്രലേഖ. കോളേജ് ടോപ്പറായിരുന്നു. ഇപ്പോ ഫാമിലി ലോ എന്ന വിഷയത്തില് ഒരു PhD എടുക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. മിടുക്കി. ഒരു ശ്രമം അത്രേ ഉള്ളൂ അച്ഛാ. വല്ല അനുഭവ സാക്ഷ്യങ്ങളും വേണമെങ്കിൽ പറയണം. ഈ ഭാര്യമാരുടെ ഉപദ്രവത്തെ കുറിച്ചോ മറ്റോ. ഭർത്താക്കന്മാരുടെ മണ്ടത്തരത്തെ കുറിച്ചാണെങ്കിൽ എന്നോട് ചോദിക്കാനും പഠിക്കണ്ട. പ്രേമിച്ചി അമൃതേട്ടനും നല്ല കോമ്പിനേഷൻ ആണല്ലോ. ആ ഈ അലുവയും മത്തിക്കറിയെന്നൊക്കെ പറയുന്ന പോലെ. ബീഫും പഴംപൊരിയും ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ? അച്ഛാ, ചന്ദ്രയാണ് പൊന്നുമണിയുടെ കേസ് നോക്കുന്നത്, ശരത്തിനെതിരെയുള്ള. ഓ, എന്തിനാ പൊന്നുമോളെ നീ അത്തരം കേസുകളൊക്കെ എടുക്കുന്നേ? ഇവൻ പറഞ്ഞിട്ടാണോ? മോക്ക് വല്ല കൊലപാതക കേസോ മറ്റോ എടുത്താ പോരായിരുന്നോ? എന്നാ പിന്നെ നീ പോയി ആരെങ്കിലും കൊന്നിട്ട് വാ. പൊന്നുമണി കേസ് ജെനുവിനാണ് ചേച്ചി. ആ കുട്ടി പാവാ. പ്യാവം പ്യാവം. 18 തികഞ്ഞേണ്ട അന്ന് തന്നെ ചാടിപ്പോയി. അത്ര നല്ല സ്വഭാവം. അതൊക്കെ ആ പ്രായത്തിന്റെ പക്വത കുറവല്ലേ ചേച്ചി? ഈ ശരത്ത് എന്ന് പറയുന്നവൻ അതിനോട് കാണിച്ച ക്രൂരത കേട്ട കണ്ണു നിറഞ്ഞു പോവും. മോളെന്തായാലും സൂക്ഷിക്കണം. ഇത്തരം ക്രിമിനൽസ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല അച്ഛ. അച്ഛനെ പോലെ തന്നെ എന്റെ അച്ഛനും ഫോഴ്സിലുണ്ടായിരുന്ന ആളാ. പോലീസിൽ DYSP ആയിട്ട് റിട്ടയർ ചെയ്തു. പേര്? നടരാജൻ. കുറച്ച് പ്രമാദമായ കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സസ്പെൻഷനുകളും ട്രാൻസ്ഫറുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഓടി നടന്നായിരുന്നു എന്റെ സ്കൂൾ വിദ്യാഭ്യാസം. മോളുടെ അമ്മ? എനിക്ക് അമ്മയില്ല. അയ്യോ, മരിച്ചിട്ടില്ല, ജീവിക്കുന്നുണ്ട് മറ്റൊരാളുടെ കൂടെ. അതല്ലേ ഞാൻ ഫാമിലി ലോയിൽ റിസർച്ച് ചെയ്യുന്നത്. ചേച്ചി ചേച്ചി പോയി കാപ്പി എടുക്ക്. ചേച്ചി ഇവിടെ ഇരുന്നോ, എല്ലാവർക്കും ഉള്ള കാപ്പി ഞാൻ ഇട്ടോണ്ട് വരാം. അല്ലേ ചേച്ചി, ജിന്ദഗി അല്ല നമ്മുടെ സില്ലു എപ്പോ വരും? ആ വരും. വരണമെങ്കിൽ അവള് പറഞ്ഞതുപോലെ ചിലതൊക്കെ ഇവിടെ നടക്കണം. അതൊക്കെ ഒരു കഥയാ മക്കളെ, പറയാം. കഥയൊക്കെ എനിക്ക് അറിയാം ചേച്ചി. അല്ല ചേച്ചിയമ്മ. ഈ ചേച്ചിയമ്മ വിളിയിൽ ഞാനും കൂടി പങ്കാളിയാവുക കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെ മതി. ചേച്ചിയമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ കാപ്പി എടുത്തിട്ട് വരാവേ. നല്ല കുട്ടി അല്ലേ അച്ഛാ?